ഒരു ധാരണ ഈ ദേവതോപാസന ചെയ്താൽ ജ്ഞാനം ഉണ്ടാവുന്നതാണ്. ദേവതോപാസന ചെയ്താൽ ദേവതാ പ്രത്യക്ഷം വരും. കർമ്മദുരിതമൊന്നും പരിഹരിക്കപ്പെടില്ല. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ജ്ഞാന വഴിയിൽ പോകണം എന്നുള്ളവർ മനസ്സിലാക്കേണ്ടത്, ഗുരു പറഞ്ഞു തന്ന സാധനം. എൻ്റെ അടുത്ത് പണ്ട് ഒരാൾ വന്നു, ശ്രീവിദ്യ ഉപാസകനാണ് അദ്ദേഹം. 2 സ്ഥലത്തു നിന്നാണ് ശ്രീവിദ്യാ ദീക്ഷ സ്വീകരിച്ചു. അപ്പൊ 2 ഗുരുക്കന്മാരിൽ നിന്ന് ശ്രീവിദ്യ തന്നെ അദ്ദേഹം സ്വീകരിച്ചിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെട്ടു. ജീവിതത്തിലുണ്ടായിരുന്ന ധനവും സ്വത്തും ജോലിയും ഒക്കെ പോയി. എന്നിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു ഒരു ദിവസം. ഞാനന്ന് കണ്ണൂരിലിരിക്കുക. അപ്പൊ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആകെ പ്രശ്നമാണ്. ഇപ്പൊ അദ്ദേഹത്തിന് ആകെ ഓടിച്ചുകൊണ്ട് നടക്കുന്ന വണ്ടിയേ ഉള്ളൂ, ബാക്കിയെല്ലാം പോയി. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങൾ, ജന്മചരിതങ്ങൾ അല്ല, ശ്രീവിദ്യ ജപിച്ചാൽ ഇതെല്ലാം പോകുന്നല്ലേ പറഞ്ഞേ. ശ്രീവിദ്യ ഉപാസന കൊണ്ട് തന്നെ എല്ലാം നമ്മൾ ശരിയാവില്ലേ എന്ന് ചോദിച്ചു. അതാണ് ജ്ഞാന വഴിയിലുള്ള ഒരു മണ്ടത്തരം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെന്നും പറഞ്ഞല്ലേ വന്ന നിങ്ങൾ 10-15 കൊല്ലാണ്ട് ശ്രീവിദ്യ ഉപാസിച്ചിട്ട് ആകെ പോയി എന്നല്ലേ പറഞ്ഞേ. അപ്പൊ ശ്രീവിദ്യ ഉപാസിച്ചാൽ എല്ലാം ശരിയാവില്ല എന്ന് ഞാൻ പറഞ്ഞു തരണ്ടായിരുന്നില്ലല്ലോ. ഭുക്തിയും മുക്തിയും തരും എന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആളുകളെല്ലാം, ഇന്നാളെ ഒരാളുടെ ക്ലാസ് ഞാൻ കേട്ടു, ഇതെല്ലാം ഉപാസന അവസാനം നമുക്ക് മോക്ഷവും തരുവാ. അവസാനം തരാനിരിക്കുന്ന സാധനമാണോ മോക്ഷം? ജ്ഞാന വഴിയിൽ നമ്മൾ പ്രവേശിക്കുന്നുണ്ടെങ്കിൽ സാധന തുടങ്ങുമ്പോഴേ തന്നെ ജ്ഞാന വഴിയായിട്ടുള്ള സമ്പ്രദായത്തിൽ പ്രവേശിക്കണം. അവിടെ ധനം ഉണ്ടാവാനും കാശുണ്ടാവാനും ബാക്കി ജാതി വെട്ടിപ്പിടിക്കാനും ഒന്നും ജ്ഞാന വഴി സഹായിക്കില്ല. അത് ഞാനത് പച്ചക്കോട് പറയുകയാണ്. പക്ഷെ നിങ്ങളുടെ ആദിശക്തി ഉപാസന നിങ്ങളുടെ നൈപുണ്യത്തിൽ പ്രവർത്തിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ലഭിക്കും. നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമാണോ അത് നിങ്ങളുടെ നൈപുണ്യത്തിൽ പ്രവർത്തിക്കും. അപ്പൊ നിങ്ങൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ ആ ജോലിയിൽ പ്രവർത്തിക്കും. നിങ്ങൾക്ക് കൃഷി ഉണ്ടെങ്കിൽ കൃഷിയിൽ പ്രവർത്തിക്കും. നിങ്ങൾ വൈദ്യനാണെങ്കിൽ വൈദ്യത്തിൽ പ്രവർത്തിക്കും. അതാണ് നിങ്ങളുടെ നൈപുണ്യം. നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന നൈപുണ്യ പ്രവൃത്തി ഏതാണോ അതിലാണ് പ്രവർത്തിക്കുക ശക്തി. അപ്പൊ നിങ്ങൾ വേറെ ഒരെണ്ണം എടുത്തിട്ട് എനിക്ക് ശരിയാവണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ നൈപുണ്യം ഉള്ള പണിയല്ല. നിങ്ങൾക്ക് മീൻ പിടിക്കണേലായിരിക്കും നൈപുണ്യം. എന്നിട്ട് നിങ്ങൾ ചെയ്യുന്നത് മറ്റേ ചായക്കടയായിരിക്കും. ചായക്കടയിൽ പ്രവർത്തിക്കില്ല, മീൻ പിടിക്കണേലേ പ്രവർത്തിക്കുള്ളൂ. അപ്പൊ നമ്മൾ ശക്തിയെ ഉപാസിക്കുക, ദേവിയെ ഉപാസിക്കുക, എല്ലാ ആഴ്ചയിലും ഗുരുവായൂർ പോവുക, ചോറ്റാനുഗ്രഹമേ തൊഴുക, മാസത്തിലേക്ക് തിരുപ്പതി ഭഗവാനെ തൊഴുക, നല്ലത് തന്നെ. അതൊക്കെ ആവശ്യമാണ്, വേണ്ടതാണ് താനും. പക്ഷേ നിങ്ങളുടെ നൈപുണ്യത്തിലാണ് അവരുടെ അനുഗ്രഹം പ്രവർത്തിക്കുന്നത്. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കുള്ള ഏറ്റവും ഫലവത്തായിട്ടുള്ള കഴിവ് ഏതാണ്, ആ കഴിവിലാണ് പറയുന്നത്. ആ കഴിവിലല്ല നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ദേവോപാസന കൊണ്ട് പതിച്ചയുടെ പ്രയോജനം ഉണ്ടാവില്ല. അപ്പൊ ആദിശക്തിയെ തന്നെ നേരിട്ട് ഉപാസിക്കുന്നതാണ് എപ്പോഴും നല്ലത്.